മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു. മുനമ്പം നിവാസികളെ പ്രദേശത്ത് നിന്ന് മാറ്റരുതെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ. പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നത് അസാധ്യമാണെന്നും അവരെ അവിടെ തന്നെ നിലനിർത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശം. ഈ മാസം അവസാനം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. പ്രശ്നം പരിഹരിക്കാനായില്ലെങ്കിൽ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ടെന്നും രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. റിപ്പോർട്ട് ഈ മാസം അവസാനത്തിന് മുമ്പ് കൊടുക്കണമെന്നാണ്. അത് തീർച്ചയായിട്ടും 30 മുമ്പ് കൊടുത്തിരിക്കും. പിന്നെ റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഗവൺമെന്റ് ചോദിച്ചേക്കുന്നത്. അവരെല്ലാം പ്രാദേശികമായിട്ട് ഓരോ തൊഴിൽ ചെയ്യുന്നവരും അവിടെ തന്നെ ഒരു ജീവിതമാർഗമുള്ളവരുമാണ്. അതുകൊണ്ട് അവരെ അവിടെ തന്നെ നിലനിർത്തണം. അതിന് ഗണ്യമായ മാർഗങ്ങൾ സർക്കാർ ശ്രമിക്കണം. അതിന് വഖഫ് ബോർഡ് ഒരു പബ്ലിക് ബോഡിയാണ്, ഗവൺമെന്റ് നോമിനേറ്റഡ് ആണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഗണ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഗവൺമെന്റിന് അന്തിമമായ അധികാരമുണ്ട്, ഏറ്റെടുക്കാനുള്ള അധികാരം വഖഫ് ആക്ടിൽ തന്നെയുണ്ട്. പൊതു ജനകാര്യത്തിന് പൊതു ആവശ്യത്തിന് വേണ്ടി ഇതിന്റെ എല്ലാ ആവശ്യതയും ഉണ്ടാകുന്നത് ഈ വഖഫ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും ഒക്കെ കേസ് മുനമ്പംകാർക്കെതിരായിട്ട് വിധി വന്ന് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് വിധി വന്നാൽ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. ലെബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെബി, നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മുനമ്പം കമ്മീഷന്റെ രാമചന്ദ്രൻ നായർ കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മുനമ്പത്തു നിന്നുള്ള ഒരു മനുഷ്യരെയും മാറ്റരുത് എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുനമ്പം നിവാസികൾ ആഗ്രഹിച്ച വിഷയമാണ്. പക്ഷേ ഇതിന് ജുഡീഷ്യൽ സ്റ്റാറ്റസ് ഒന്നുമില്ല. ഇതൊരു പഠന സമിതി മാത്രമാണ്. പക്ഷേ സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷയ്ക്കൊത്തത് തന്നെയല്ലേ ലെബി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, മുനമ്പം നിവാസികൾക്ക് പൂർണ്ണമായും ആശ്വാസം പകരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മാസം അവസാനം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകും. അതിൻ്റെ അവസാന ഘട്ട മിനുക്കുപണി നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവർ ഇവർ പ്രാദേശികമായി തൊഴിൽ ചെയ്ത് ഇതിൻ്റെ ഈ ഡോക്ടറും ഇവിടെ നല്ല മഴ പെയ്യുകയാണ്, അതുകൊണ്ട് ചെറിയൊരു തടസ്സം നേരിട്ടത്. ഏതായാലും ഇവിടെ ഈ മുനമ്പം നിവാസികൾ പ്രാദേശികമായി തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്നവരാണ്. ഈ ഉപജീവനം നടത്തുന്നവരെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുതന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ളൊരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. ഈ മുനമ്പം നിവാസികളായ ആളുകളെ മുഴുവൻ ഇവിടെ തന്നെ നിലനിർത്തുക എന്നുള്ള നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഈ നിർദ്ദേശം അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് രമ്യമായ പരിഹാരമായിരിക്കും സർക്കാർ, അതിനായുള്ള ശ്രമമായിരിക്കും സർക്കാർ നടത്തുക. ഏതെങ്കിലും രീതിയിൽ രമ്യമായ ഒരു പരിഹാരം സാധ്യമാകാതെ വരുന്ന സാഹചര്യം, അതായത് വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധി എതിരാകുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലം ഈ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന മുനമ്പത്തെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോഴും സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ മുനമ്പം നിവാസികൾ ആരും തന്നെ ഭയക്കേണ്ടതില്ല. ഇവർക്ക് ആശ്വാസമാകുന്ന തീരുമാനം തന്നെയായിരിക്കും, നിർദ്ദേശം തന്നെയായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഈ നിർദ്ദേശത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ മറ്റൊരു സ്ഥലത്തെ വിഷയം പോലെയല്ല ഇത്. കാര്യം ഇവിടെയുള്ള മാറി നിൽക്കുക ലിബി, അവിടെ മഴ ശക്തമായി പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പെട്ടെന്ന് മഴ രാവിലെ മുതൽ മൂടിക്കിടക്കുകയാണ് ഡോക്ടർ അരുൺ. പെട്ടെന്ന് മഴ പെയ്യുന്നു, ഇടയ്ക്ക് മാറുന്നു. ഈ അന്തരീക്ഷമാണ് ഇന്ന് എറണാകുളത്ത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മഴ വരുന്നത് ആശങ്കപ്പെടുന്നതാണ്. തീരദേശത്ത് കടലാക്രമണ ഭീഷണിയുണ്ട്. അതുകൊണ്ടൊക്കെ എല്ലാവരും അലേർട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. താങ്ക് യു ലെബി. ലെബി വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് മഴയില്ലായിരുന്നു, പെട്ടെന്നാണ് മഴ വരുന്നത്. അപ്പോൾ പ്രത്യേകം എല്ലാ പ്രേക്ഷകരോടും പറയുന്നു, ശനിയാഴ്ചയാണ് കാലവർഷം വരുന്നതെങ്കിലും അതിന് മുൻപേ തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. 2 ഇടങ്ങളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളതെങ്കിലും ഇന്ന് കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതാ ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു. പലയിടങ്ങളിലും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസവും പ്രേക്ഷകർ കരുതിയിരിക്കണം.